أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യർ എല്ലാം തന്നെ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരെ, അറിവുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. ഏത് സമൂഹത്തെ എടുത്താലും, എല്ലാ മനുഷ്യരെ പരിശോധിച്ചാലും തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെയും വിജ്ഞാനത്തിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകളെയും ആദരിക്കുന്നൊരു പ്രവണത മനുഷ്യൻ്റെ നൈസർഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അറിവുള്ള ആളുകളെ ആദരിക്കണമെന്നത് മുസ്ലിം സമൂഹത്തിനും മര്യാദയായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാ അറിവുള്ളവരും എല്ലാ പണ്ഡിതന്മാരും ആദരിക്കപ്പെട്ടവരാണോ? അല്ലാഹു സുബ്ഹാനഹു തആല
അറിവുണ്ട് എന്നതിൻ്റെ പേരിൽ, പണ്ഡിതനാണ് എന്നതിൻ്റെ പേരിൽ എല്ലാവരെയും ആദരിക്കുന്ന പ്രകൃതമാണോ അള്ളാഹുവിൻ്റേത്? അല്ലെങ്കിൽ സ്വഭാവമാണോ റബ്ബിൻ്റേത്? അല്ല. മറിച്ച് അവന് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഉലമാക്കളെ മാത്രമാണ് അള്ളാഹു ആദരിക്കുക. അവന് കീഴ്പ്പെടാത്ത ആളുകളെപ്പറ്റി വളരെ നിന്ദ്യമായ രൂപത്തിലാണ് അള്ളാഹു അവരെ പരാമർശിച്ചിരിക്കുന്നത്. ആമുഖമായി ഞാൻ ഓതിവെച്ച ആയത്ത് സൂറത്ത് അഅറാഫിൻ്റെ 175-ാമത്തെ ആയത്താണ്. അള്ളാഹു അവിടെ ഒരു പണ്ഡിതനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ പണ്ഡിതനെ പറ്റി അള്ളാഹ് പറഞ്ഞു, വത്ലു അലൈഹിം, അവർക്ക് മേൽ താങ്കൾ ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഓതി കേൾപ്പിക്കുക. നബ അല്ലദീ ആതൈനാഹു ആയത്തിന, നമ്മുടെ ആയത്തുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം നൽകുകയും ഫൻസലഖ മിൻഹാ, എന്നിട്ടതിൽ നിന്ന് ഊരിമാറുകയും ചാടിപ്പോവുകയും ചെയ്ത ഒരുവനെപ്പറ്റി താങ്കൾ എന്ത് ചെയ്യുക? അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഫഅത്ബഅഹു ശൈത്താൻ, അവന്റെ പിന്നാലെ ശൈത്താൻ കൂടുകയുണ്ടായി. ഫകാന മിനൽ ഗാവിൻ, എന്നിട്ടവൻ ദുർമാർഗികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അള്ളാഹു ഒരു പണ്ഡിതനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ ആളുകൾക്ക് വിവരിച്ചു കൊടുക്കാൻ പറയുന്ന ആയത്താണ് ഇത്. ആരാണ് ആ പണ്ഡിതൻ എന്ന വിഷയത്തിൽ മുഫസ്സറുകൾ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ചില പണ്ഡിതന്മാരുടെ പേരുകൾ മുഫസ്സറുകൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ കവിയായ പണ്ഡിതനായ ചില ആളുകളുടെ പേരുകൾ മുഫസ്സറുകൾ പറഞ്ഞിട്ടുണ്ട്. ആരായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ, അള്ളാഹു അവന്റെ ആയത്തുകൾ അവതരിപ്പിച്ചു കൊടുത്തിട്ട്, ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ട്, വിജ്ഞാനമുണ്ടാക്കി കൊടുത്തിട്ട്, ഇൽമുണ്ടാക്കി കൊടുത്തിട്ട്, പാണ്ഡിത്യമുണ്ടാക്കി കൊടുത്തിട്ട്, ഫൻസലഖ മിൻഹാ, അതിൽ നിന്ന് ഊരിപ്പോയ ഒരുത്തന്റെ കഥ താങ്കൾ ആ ജനതക്ക് പറഞ്ഞു കൊടുക്കുക. ഫഅത്ബഅഹു ശൈത്താൻ, അവന്റെ പിന്നാലെ ശൈത്താൻ കൂടി. ഫകാന മിനൽ ഗാവിൻ, എന്നിട്ട് അവൻ ദുർമാർഗികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി. അള്ളാഹു പറയാ. വീണ്ടും അള്ളാഹു തുടർന്നു, ലൗ ശിഅ്നാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവന് നാം അതുമൂലം, ആ ഇൽമു മൂലം, അറിവ് മൂലം ഉയർച്ച കൊടുക്കുമായിരുന്നു. വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാഹു, പക്ഷേ അവൻ തന്റെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് തനിക്ക് ലഭിച്ച അറിവിനോട് നീതി പുലർത്താതെ ഭൂമിയിലേക്ക് അവൻ താഴ്ന്നു പോവുകയാണ് ഉണ്ടായത്. ഫമസലഹു കമസലിൽ കൽബ്, അപ്പോൾ അവന്റെ ഉപമ ഒരു നായയുടെ ഉപമയാകുന്നു. ഒരു ആലിമിനെ പറ്റിയിട്ട് ഖുർആൻ സംസാരിക്കാം. ഫമസലുഹു കമസലിൽ കൽബ്, അന്നേരം അവന്റെ ഉപമ ഒരു നായയുടെ ഉപമയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ്, നീ അതിനോട് എതിരിട്ടാലും അത് നാവ് പുറത്തേക്ക് നീട്ടിയിടും കുതിച്ചുകൊണ്ട്. ഔ തത്റുകുഹു യൽഹസ്, നീ ആ നായയെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും കിതച്ചുകൊണ്ട്. ദാലിക മസലുൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതിനാ, ഇതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയ ജനങ്ങൾക്കുള്ള ഉദാഹരണം. ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, അതുകൊണ്ട് ഈ ഖസസ്, ഈ കഥ താങ്കൾ അവർക്ക് കേൾപ്പിക്കുക, അവരൊരു പക്ഷേ ചിന്തിച്ചേക്കാമെന്ന് ഖുർആൻ ഒരു പണ്ഡിതന്റെ കഥ നബിയോട് മക്കക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പഠിപ്പിക്കുകയാണ്. ആ കഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഇൽമ് അത് തന്റെ ദേഹേച്ഛക്കനുസരിച്ച് തനിക്ക് ലാഭമുണ്ടാകുന്നിടത്ത് വിനിയോഗിക്കുകയും റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ആ ഇൽമിനെ ഉപയോഗിക്കാതെ സ്വാർത്ഥമായ താല്പര്യത്തിന് ഇൽമ ഉപയോഗിക്കുകയും ചെയ്ത പണ്ഡിതൻ ഫമസലുഹു കമസലിൽ കൽബ്, ഒരു നായയെ പോലെയാകുന്നു.
അല്ല പറയാം. അവനൊരു നായയെ പോലെയാകുന്നു. വെറുതെ വിട്ടാലും നാവ് തൂക്കിയിടുന്ന, ഉപദ്രവിച്ചാലും നാവ് തൂക്കിയിടുന്ന ഒരു നായയെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്തിട്ട് ആ ഇൽമിന് അനുസരിച്ച് പ്രവർത്തിക്കാതെ, ആ അറിവിന്റെ താല്പര്യത്തിനൊത്ത് ജീവിക്കാതെ, ആ അറിവിന്റെ താല്പര്യത്തിനൊത്ത് നിലപാട് സ്വീകരിക്കാതെ, തന്റെ തോന്നിവാസങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പക്ഷപാതിത്വങ്ങൾക്കും വേണ്ടി ഇൽമിനെ ഉപയോഗിക്കുന്ന പണ്ഡിതൻ ഒരു നായയെ പോലെയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആലിമായതുകൊണ്ട് ആർക്കും ശറഫില്ല, ആർക്കും ശ്രേഷ്ഠതയില്ല. ആ കിട്ടിയ ഇൽമ് ആത്മാർത്ഥമായി സത്യസന്ധമായി തനിക്ക് റബ്ബിന്റെ മുമ്പിൽ നാഥ എനിക്ക് ബോധ്യപ്പെട്ടതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്ന രൂപത്തിൽ ആർക്ക് വിനിയോഗിക്കാൻ സാധിച്ചുവോ അവനാണ് അല്ലാഹു യർഫഉല്ലാഹു അല്ലദീന ഊതുൽ ഇൽമ, നിങ്ങളിൽ നിന്ന് ഇൽമ് ലഭിച്ചവർക്ക്, ഇൽമ് നേടിയവർക്ക് അല്ലാഹു ദറജകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരെ പറ്റിയ? അല്ലാഹു പഠിപ്പിച്ച ഇൽമിന് അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ സ്വാർത്ഥമായ ഒരു താല്പര്യത്തിന് റബ്ബേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന പണ്ഡിതനാകണം. എന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ഇൽമിനെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല റബ്ബേ എന്ന് പറയാൻ പറ്റുന്ന പണ്ഡിതനാകണം. എന്റെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി, എന്റെ കക്ഷിയുടെ ഉന്നമനത്തിനു വേണ്ടി പക്ഷപാതിത്വപരമായി എനിക്ക് തന്നെ ഹക്കല്ല എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ എന്റെ താല്പര്യങ്ങളായി വന്നപ്പോ എന്റെ ഇൽമ് ഉപയോഗിച്ച്, എന്റെ അറിവുപയോഗിച്ച്, എന്റെ കഴിവുപയോഗിച്ച് ഞാൻ അത് സമർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അരികിൽ കമസലിൽ കൽബ്, ഞാനൊരു പട്ടിയാണ് എന്ന് ഓരോ പണ്ഡിതന്മാരും തിരിച്ചറിയണം. ഈ ഉമ്മത്തിൽ ഓരോ ആലിമീങ്ങളും തിരിച്ചറിയണം. ആലിമീങ്ങളെ പറ്റി നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ആലോചിക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇൽമ് ഉപയോഗിക്കുന്ന ആളുകൾ, അറിവുപയോഗിക്കുന്ന ആളുകൾ, എത്ര ആളുകൾക്ക് നിഷ്കളങ്കമായി പറയാൻ സാധിക്കും എന്റെ അറിവ്, എന്റെ ഇൽമ് റബ്ബ് തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട മാർഗത്തിൽ മാത്രമാണ് ഞാൻ വിനിയോഗിച്ചത് എന്ന് പറയാൻ പറ്റുമോ? ഖിയാമത്ത് നാളിൽ നമുക്കറിയാം, ആദ്യമായിട്ട് വിചാരണക്ക് കൊണ്ടുവരുന്നത് 3 ആളുകളെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ 3 ആളുകൾ ആരാ? ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടി ഷഹീദായിട്ടുള്ള മനുഷ്യൻ. ആ ഷഹീദായ മനുഷ്യനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് റബ്ബ് ഇങ്ങനെ കായികമായ കഴിവ് നൽകിയിട്ട് നീ എന്ത് ചെയ്തു? അവൻ പറയും, ഞാൻ റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദായി, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ ധീര രക്തസാക്ഷിയായി. കസബ്ത, നീ കള്ളമാണ് പറഞ്ഞത്, നീ വലിയ പോരാളിയാണ്, നീ വലിയ നേതാവാണ്, നീ വലിയ വീരശൂര പരാക്രമിയാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ നീ മരിച്ചു. അല്ലാതെ ഇഖ്ലാസോടെ റബ്ബിന്റെ വജ്ഹ് കൊതിച്ചിട്ടല്ല നീ മരിച്ചത്. ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഷഹീദാണ്. മനസ്സിലായോ? ഷഹീദ. അതുകൊണ്ടാണ് ആരെയും ശുഹദാ പട്ടം കൊടുക്കരുത് എന്ന് പറയുന്നത്. ഇപ്പൊ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതാണല്ലോ മുസ്ലിം ലോകത്തെ ഏതെങ്കിലും നേതാക്കന്മാർ മരിച്ചാൽ ഷഹീദ് എന്ന് നമ്മൾ പേരിടും. എന്നിട്ട് അങ്ങനെ ഷഹീദ് എന്ന് പേരിടുന്നത് മതപരമായിട്ട് തെറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞാലോ, അവൻ ഇസ്രായേലിന്റെ ചാരനാണ്. ഇപ്പൊ ലോകം മുഴുവൻ നടക്കുന്ന ഒരു പ്രശ്നതാണ്. നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ പോരായ്മ ഒന്ന് ചൂണ്ടിക്കാണിച്ചു നോക്കൂ. ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ രാജ്യദ്രോഹിയായി, ചാപ്പകുത്താണ്. കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ പോരായ്മ ചൂണ്ടിക്കാണിച്ചു നോക്കൂ, സുഡാപ്പിയായി, ചാപ്പകുത്താണ്. അതുപോലെയാണ് ചില മുസ്ലിം സംഘടനകൾ RSSന് പഠിക്കാണ്. കാരണം എന്താ? RSSന്റെ പണിയാ ഇത്.
വിമർശകനെ ഇല്ലാത്ത ആരോപണത്തിന്റെ ചാപ്പ കുത്തി അവന്റെ വായടപ്പിക്കുന്ന RSS പഠിക്കുന്നു ചില മുസ്ലിം സംഘടനകൾ. ഷഹീദ് എന്ന് പറയരുതില്ലേ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചാരനാക്കി ചാപ്പയടിച്ച് മാറ്റി നിർത്താം. നിങ്ങൾ ആലോചിക്കുക, ഇത് കളിക്കണ കളിയെ മതം കൊണ്ട് കളിക്കുക. ഈ മരിച്ചവനുണ്ടല്ലോ, ഹദീസ് വിശദീകരിച്ച ശുഹദാ, റസൂലുള്ള പറഞ്ഞെന്ന് ഷഹീദ് ഉണ്ടല്ലോ, ആ ഷഹീദിനെ പറ്റി ഭൂമിയിൽ ഷഹീദ് എന്നാണ് വിളിച്ചത്. അതാ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഭൂമിയിൽ ഷഹീദെന്ന് വിഡ്ഢികൾ വാഴ്ത്തി. പരലോകത്ത് അവന്റെ അവസ്ഥ എന്താ? അള്ളാഹു അവന്റെ കൽബിൽ നിന്ന് അവന്റെ നെയ്യത്ത് പറിച്ചവന്റെ മുമ്പിൽ അള്ള പ്രദർശിച്ചപ്പോ അവൻ റിയാഇന്റെ ഉടമ കപടൻ, അള്ളാഹു അവനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ നമ്മളെങ്ങനെ തീരുമാനിക്കാം? ലോകത്ത് ഷഹീദാക്കട്ടെ എന്ന് നമുക്ക് പറയാം, അള്ളാഹു ശുഹദാക്കളുടെ മൻസിൽ ചേർക്കട്ടെ എന്ന് പറയാം, ദുആ ചെയ്യാം. ഇവൻ ശുഹദാ ആണ്, ഷഹീദാണ് എന്നെങ്ങനെ പറയും? മതവിരുദ്ധമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു സംഭവം കാണാം. ഇത് ചെറിയ പ്രശ്നമല്ല. എന്തിനാണ് ഇതിനൊക്കെ നിങ്ങൾ തർക്കിക്കുന്നത്? അള്ളാന്റെ ദീനിന്റെ അടിസ്ഥാന തത്വത്തെ കാറ്റിൽ പറത്താണിത്. ഇത് ചെറിയ പ്രശ്നമല്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ പരലോകത്തെ മനസ്സിൽ തീരുമാനിക്കാൻ പാടില്ല. മതാണിത്. ഏതെങ്കിലും ആളുകൾക്ക് കളിക്കാനുള്ളതല്ല ഇത്, ദീനാണ്. ഈ കളി തുടങ്ങിയാൽ ഇത് അവസാനിക്കുക ഈമാന്റെ സ്ഥാനത്ത് കുഫറിനെ കൊണ്ട് വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് എതിർക്കന്നെ വേണം. ആരോടെങ്കിലുള്ള വിരോധമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോടുള്ള പക്ഷപാതിത്വപരമായ അടിയറവല്ല. മറിച്ച് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കിക്കോ, ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മനുഷ്യൻ വരാ, യുദ്ധം ചെയ്യാണ്. സഹാബികൾ നോക്കുമ്പോ ആ മനുഷ്യൻ സ്വന്തം ജീവൻ പോലും തൃണവദ്ഗണിച്ചുകൊണ്ട് ശത്രുക്കളുടെ മുൻപിലേക്ക് കടന്നു ചെന്ന് പടവെട്ടാണ്. ധാരാളം വെട്ടുകൾ അയാൾക്ക് കിട്ടുന്നുണ്ട്, പിന്മാറുന്നില്ല. ശത്രുമധ്യത്തിലേക്ക് തനിക്ക് കിട്ടുന്ന മുറിവുകളെ മുഴുവൻ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്നു പടക്കളത്തിൽ. ഇത് കണ്ടപ്പോ സഹാബികളിൽ ചിലർ അഭിമാനത്തോടെ സന്തോഷത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അയാൾ ധാരാളം അധ്വാനിച്ചു, സ്വർഗത്തിലേക്കുള്ള ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ നാവിൽ നിന്നൊരു വാക്ക് വന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. സഹാബികൾ ഞെട്ടിപ്പോയി. ഹദീസ് നിങ്ങൾ പരിശോധിക്കൂ, മലയാളത്തിലും ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആര്? കണ്ടവരെ ഷഹീദാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കണ്ടവരെ മുഴുവൻ ഷഹീദാക്കി നടക്കുന്ന ആളുകളുടെ പ്രസിദ്ധീകരണ വിഭാഗങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച ഇമാം മുസ്ലിമിന്റെ ട്രാൻസ്ലേഷൻ എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. സഹാബികൾക്കൊരു നിമിഷം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. സഹാബത്ത് ഈ മനുഷ്യന് എന്താണ് റസൂലുള്ള നരകത്തിലാണെന്ന് പറഞ്ഞത്? അവരൊക്കെ ഷഹീദാണെന്ന് വിചാരിച്ചിരിക്കാം, മരിച്ചെന്ന് വീണാ മതി, ഷഹീദായെന്ന് വിചാരിച്ചിരിക്കാം. ചെന്ന് നോക്കുമ്പോ അവർ കാണുന്നത് യുദ്ധത്തിലേറ്റ മുറിവ് സഹിക്കാൻ കഴിയാതെ അതിന്റെ വേദന ഉൾക്കൊള്ളാൻ കഴിയാതെ ആ മനുഷ്യൻ സ്വന്തം ആയുധം നെഞ്ചിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുന്നതാണ് സഹാബികൾ കണ്ടത്. തിരിച്ചു വന്നിട്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഒന്നുകൂടി പറഞ്ഞു. അള്ളാന്റെ റസൂൽ ആ മയ്യത്ത് നോക്കിയിട്ട് പറഞ്ഞെന്തറിയോ? ഇന്നല്ലാഹ യുഅയ്യിദു ഹാദർ റജുല ഹാദ ദീന ബിറജുലിൻ ഫാജിർ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു തെമ്മാടിയായ ഫാജിറായ മനുഷ്യനെ കൊണ്ട് പോലും ഈ മതത്തെ സഹായിക്കുന്നു. ഈ ദീനിനെ അല്ലാഹ് സഹായിക്കും ബിറജുലിൻ ഫാജിറിൻ, ഒരു തെമ്മാടി. ഫാജിർ നരകക്കാരനാ. ഫാജിർ എന്ന് പറഞ്ഞാൽ തെമ്മാടിയായ നരകക്കാരനെ കൊണ്ട് പോലും ഈ മതത്തിനെ സഹായിക്കും എന്ന് ആ മയ്യത്ത് നോക്കിയിട്ട് പറഞ്ഞു. സഹാബികൾ വിചാരിച്ചെന്താ? 10 മിനിറ്റ് മുമ്പ് സഹാബികൾ വിചാരിച്ചത് എന്താ? ശുഹദാക്കളുടെ മൻസിലിൽ ഷഹീദാണെന്നാ വിചാരിച്ചത്. മരിച്ച അവസാനത്തെ സമയത്ത് അയാളുടെ പ്രവൃത്തി എന്തായിരുന്നു? മരിച്ചവസാനത്തെ സമയത്തെ പ്രവൃത്തി വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഷഹീദ് തന്റെ രക്തം വാറുന്ന സമയത്ത്, ചോര കൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന സമയത്ത്
അയാൾ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി, ഞാൻ ഈ പണിക്ക് നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചാൽ മതി, ഫിന്നാർ, നരകത്തില. അയാൾ കൊതിച്ചിട്ട് മരിക്കണം, ആ വേദന ഉണ്ടല്ലോ ആസ്വദിച്ചിട്ട് മരിക്കണം. മരിക്കുന്ന റൂഹ് പിരിയുന്നത് വരെ അയാൾ റബ്ബേ നിനക്ക് വേണ്ടി മറ്റാർക്കും വേണ്ടിയല്ല എന്ന് പറഞ്ഞിട്ടല്ലാതെ ആ റൂഹ് പിരിഞ്ഞാൽ നരകത്തിലാണ്. ഒരു നിമിഷം മുമ്പ് അയാളെ നെഞ്ചിലൊരു ചിന്ത വന്നു, വേണ്ടിയിരുന്നില്ല, ഞാൻ ഇതിന് പറയേണ്ടിയിരുന്നില്ല, ഞാൻ നഷ്ടത്തിലായി പോയി എന്നെങ്ങാനും മനസ്സിൽ നെയ്യത്ത് വന്നിട്ട് മരിച്ചാൽ ഫിന്നാർ, നരകത്തില. ഈ സ്വഹാബിന്റെ അവസ്ഥ എന്താ? അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധം ചെയ്ത ആളുടെ അവസ്ഥ എന്താ? അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോൾ നല്ല നെയ്യത്തിലായിരുന്നു, അദ്ദേഹം ശത്രുക്കൾക്കിടയിൽ പോരാടുമ്പോൾ നല്ല നെയ്യത്തിലായിരുന്നു, അദ്ദേഹത്തിന് മുറിവുകൾ കിട്ടിയപ്പോൾ നല്ല നെയ്യത്തിലായിരുന്നു. പക്ഷേ സഹിക്കാൻ കഴിയാത്ത വേദനകളുമായി മുറിവുകൾ ശരീരം പൊതിഞ്ഞപ്പോ അദ്ദേഹത്തിന് പറ്റിയില്ല, പിടിച്ചിക്കാൻ പറ്റിയില്ല. അവസാനത്തെ 2 മിനിറ്റ് നേരം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ശൈത്താൻ വേണ്ടാത്ത ചിന്ത പകർന്നു. ആ ചിന്ത ആ ഷഹീദിനെ, ഷഹീദ് എന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയെ നരകത്തിലേക്ക് കൊണ്ടുപോയി. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയാൻ പാടുണ്ടോ? റസൂലുള്ള വിലക്കിയിട്ടില്ലേ? സഹാബിയുടെ മയ്യത്ത് നോക്കിയിട്ട് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് തിരിച്ച് പറഞ്ഞ സഹാബിയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞ എന്താ? നിനക്കെന്താ ഉറപ്പ്? ആലോചിച്ച് നോക്ക്, എന്താ ഉറപ്പ്? നമ്മളെ കൂട്ടത്തിൽ റസൂലുള്ളാഹിക്കല്ലാതെ ആർക്കാണ് ഇന്നയാൾ ഷഹീദാണെന്ന് പറയാൻ അർഹതയുള്ളത്? സഹാബത്തിന് അർഹത ഉണ്ടോ? ഇല്ലെന്നാ റസൂലുള്ള പറഞ്ഞത്. സഹാബത്ത് എവിടെയൊക്കെ അയാൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ റസൂലുള്ള ചോദിച്ചിട്ടുണ്ട്, നീ ആരാ ഇത് പറയാൻ? നിനക്ക് എങ്ങനെ ഈ ഇൽമ കിട്ടി? എന്നിട്ട് ഇവിടെ പറഞ്ഞടക്കാണ്. അത് തിരുത്തി കൊടുക്കുന്നവരെ ചാപ്പകുത്താണ്. ഞാൻ പറയുന്നത് മതം വികാരമല്ല, മനസ്സിലാക്കിക്കോ. മതം വികാരമല്ല. എന്റെ വികാരത്തിന് തോന്നുന്ന മുദ്രാവാക്യം വിളിക്കാനുള്ള കോട്ടിങ്സ് രേഖപ്പെടുത്തിയ ഗ്രന്ഥമല്ല മതം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കൊണ്ട് നടക്കാൻ പറ്റുമോ? ഞാൻ മതത്തിനനുസരിച്ച് ഞാൻ മാറണം, അല്ലാതെ എന്റെ താല്പര്യത്തിനനുസരിച്ച് മതത്തെ വെട്ടി നുറുക്കി മിനുക്കി അതിനെ കൊണ്ടടക്കല്ല ചെയ്യേണ്ടത്. എന്നെയാണ് വെട്ടേണ്ടത്, എന്നെയാണ് നുറുക്കേണ്ടത്, എന്നെയാണ് മതത്തിനൊപ്പിച്ച് മിനുക്കിയെടുക്കേണ്ടത്, അല്ലാതെ എനിക്കൊപ്പിച്ച് മതത്തിനല്ല. ഒന്നാമത്തെ ഷഹീദ്. രണ്ടാമത്തത് റസൂലുള്ളാഹി പറഞ്ഞു ആലിം, ഖുർആൻ അറിയുന്ന ആലിം. രണ്ടാമത്തവൻ മനുഷ്യരുടെ കൂട്ടത്തില് ആദ്യ വിചാരണ ചെയ്യപ്പെടുന്ന 3 ആളുകളിൽ രണ്ടാമത്തവൻ ആരാ? ഖുർആൻ പണ്ഡിതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് അല്ലാഹു ഇൽമു നൽകിയില്ലേ? ആ ഇൽമു നീ എങ്ങനെ ഉപയോഗിച്ചു? അയാൾ പറയും എന്ത് പറയും? പടച്ചോനെ, ഞാൻ അതുകൊണ്ട് ധാരാളം നിന്റെ മാർഗത്തിൽ ഇൽമു ഉപയോഗപ്പെടുത്തി. നീ കള്ളം പറഞ്ഞല്ലോ, നീ വലിയ ആലിമാണ്, നീ വലിയ ജനനായകനാണ് എന്ന് ലോകം പറയാൻ, നിന്റെ പ്രശസ്തിയെ ലോകം പാടി പുകഴ്ത്താൻ നീ കൊതിച്ചിരുന്നില്ലേ? അല്ലാഹു ചോദിക്കുക. കൊതിയുണ്ടായിരുന്ന അയാളുടെ മനസ്സിൽ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു ആലിമിനെ. മൂന്നാമത്തേത് ദാനധർമ്മം ചെയ്ത ഒരാളാണ്, വലിയ ദാനധർമ്മിയാണ്. അയാൾ പറഞ്ഞു, എന്താ നിനക്ക് വേണ്ടി ചെയ്തു? കെതപ്ത, മറുപടി, നീ കള്ളമാണ് പറഞ്ഞത്, നീ വലിയ ഉദാരവാനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്തു, നീ പറഞ്ഞു, നീ കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് എറിയ. ആദ്യം നരകത്തിലേക്ക് പോകുന്ന 3 ആളുകൾ. ആലിമാണ് രണ്ടാമൻ, ഷഹീദാണ് ഒന്നാമനെങ്കിൽ ആലിമാണ് രണ്ടാമൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പറയാൻ നമുക്ക് പറ്റണം. എന്ത് പറ്റണം? പടച്ചോനെ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു, അത് തെറ്റാവട്ടെ ശരിയാവട്ടെ, എനിക്ക് എന്റേതായ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആലിമായാലും പഠിച്ച വിഷയങ്ങളിൽ തെറ്റ് പറ്റാം, അബദ്ധം സംഭവിക്കാം. പക്ഷേ നെയ്യത്തിൽ അബദ്ധം സംഭവിക്കാൻ പാടില്ല. ഒരു തെറ്റില്ല, പക്ഷെ നെയ്യത്ത് അബദ്ധാണെങ്കിൽ അയാൾ നരകത്തിലാണ്. ഇനി നല്ല നെയ്യത്താണ്, കുറെ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും.
അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും ആ തെറ്റിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സൊസൈറ്റിയിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ അള്ളാന്റെ ആയത്തിനെയും ഹദീസിനെയും ആളുകൾ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്നു. ചില ആളുകൾക്ക് കുഫ്റിന്റെ ആളുകൾ പോലും, നിരീശ്വരവാദി പോലും സ്വർഗത്തിലാവണം. നിരീശ്വരവാദിക്ക് താല്പര്യമില്ല. കേരളത്തിലെ അറിയപ്പെട്ട നിരീശ്വരവാദിയെ സ്വർഗത്തിലെത്തിച്ചെങ്കിലേ ആ സ്വർഗം ഞാൻ അംഗീകരിക്കുന്നാണ് ഒരാള്. കേരളത്തിലെ മതമില്ല, സ്വർഗമില്ല, സ്വർഗം ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് മരിച്ചോനെ സ്വർഗത്തിലാക്കണം. അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ അംഗീകരിക്കുന്നെങ്കിൽ എനിക്ക് സ്വർഗത്തെ ഉൾക്കൊള്ളാൻ പറ്റൂ. എന്റെ പടച്ചോൻ അങ്ങനാണ്. അപ്പൊ എന്റെ പടച്ചോൻ ആര് തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. എന്റെ ബുദ്ധി, എന്റെ താല്പര്യം, എന്റെ വീക്ഷണം ഇതിന് ഒത്തു വന്ന ഒരു പടച്ചോൻ. അതല്ലാതെ പടച്ചോന്റെ താല്പര്യത്തിന് ഒത്തു വന്ന ഞാൻ, അത് പടച്ചോൻ ആഗ്രഹിക്കണ്ട. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാന്റെ താല്പര്യത്തിന് ഞാൻ മാറുക, അത് പ്രതീക്ഷിക്കേണ്ട റബ്ബ്. പക്ഷെ എന്റെ താല്പര്യത്തിനനുസരിച്ച് റബ്ബ് മാറിക്കൊണ്ടിരിക്കണം. എന്ത് അഹങ്കാരി, എന്ത് ധിക്കാരി, എന്ത് ധിക്കാരി! ആലോചിക്കെ, കുഫറാണിത്. ഈ പറഞ്ഞത് കുഫറാണ്. ആരാവട്ടെ, വ്യക്തിയെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാലോ. ഈ പറഞ്ഞത് കുഫറാണ്, പച്ച കുഫർ. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഈമാനുള്ളവനെ സ്വർഗത്തിൽ പോകൂ, മാപ്പിളമാര് പോകും നല്ല പറഞ്ഞിട്ടില്ല. മാപ്പിളായി ജനിച്ചവര് പോകും നല്ല പറഞ്ഞിട്ടില്ല. ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ ഖുർആനും ഹദീസും വിശദീകരിച്ചു. ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ ഹൗളിന്റെ അവിടേക്ക് വരുന്ന ആളുകളെ പറ്റി പറഞ്ഞു. ഈ ഉമ്മത്തിന റസൂലുള്ളാന്റെ ഹൗളിൽ കൗസറിന്ന് വെള്ളം കുടിക്കാൻ വരുന്ന ആളുകളെ തടഞ്ഞു. അള്ളാഹ് തടഞ്ഞു. വെള്ളം അവർക്ക് റസൂലുള്ള കൊടുത്തില്ല. ആട്ടി, സുഹ്കൻ സുഹ്കൻ, നിങ്ങൾ വിദൂരം വിദൂരം എന്ന് പറഞ്ഞ് റസൂലുള്ള ഓടിപ്പിക്കും. എവിടെ നിന്ന്? ഈ ഉമ്മത്തിൽ നിന്ന്, ഹൗളിന്റെ അവിടെ നിന്ന് ഓടിപ്പിക്കുന്ന ജനവിഭാഗം ഉണ്ടെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് മാപ്പിളമാര് മുഴുവൻ സ്വർഗത്തിൽ പോകുന്ന പറയുകയാണെങ്കിൽ വർഗീയതാണ്. അവരിലെ കള്ളുകുടിയൻ പോകണം, അവരിലെ വ്യഭിചാരി പോകണം, അവരിലെ ശിർക്കയിണോം പോകണം, അവരിലെ ജാറത്തി പോയം പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർഗീയതയാണ്, വിഭാഗീയതയാണ്, അത് വംശീയമായ താല്പര്യമാണ്. അങ്ങനെയല്ല അല്ലാഹ് പറഞ്ഞത്. ഈ ജനിച്ച ആളുകൾ മുസ്ലിം പേരുണ്ടെങ്കിലും, മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടുണ്ടെങ്കിലും ഈമാനുള്ളവനെ സ്വർഗത്തിൽ പോകൂ. പറ്റൂല, പടച്ചോൻ തിരുത്തണം. എന്നിട്ട് എന്ത് വേണം? നല്ല ചെയ്തവരൊക്കെ സ്വർഗത്തിൽ പോകണം. നല്ല ചെയ്ത നിരീശ്വരവാദിയാണെങ്കിലോ അവനെ കൊണ്ടുപോകണം. അങ്ങനെ പറ്റൂ. പടച്ചവൻ അങ്ങോട്ട് പഠിപ്പിക്ക. പടച്ചവൻ അങ്ങോട്ട് പഠിപ്പിക്ക. ഓരോ ആളുകളും എല്ലാതും ശരിയാകണം. അങ്ങനെയാണ് ചില ആളുകൾ. എല്ലാം സത്യമാണെന്ന് പറയണം. ഇസ്ലാം സത്യം, ക്രൈസ്തവത സത്യം, യഹൂദ വിശ്വാസം സത്യം, ഹൈന്ദവത സത്യം, കമ്മ്യൂണിസം സത്യം, ക്യാപിറ്റലിസം സത്യം, എല്ലാം സത്യം. പിന്നെന്തിനാ ഇത്ര അധികം? കുറെ സത്യങ്ങൾ എന്തിനാ? ഒറ്റ സത്യം പോരെ? ഏതെങ്കിലും ഒരു സത്യം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ പോരെ? കുറെ സത്യങ്ങൾ, എല്ലാം സത്യം. എന്നിട്ട് ഏതാ സത്യം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏതാ സത്യം? സുബ്ഹാനല്ലാഹ്, ഏതാണ് സത്യം? അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്താൽ നരകത്തിലാണ്, സ്വർഗം അവന് നിഷിദ്ധമാണ്. അതും സത്യമാണ്. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തിട്ടാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത്, സ്വർഗത്തിലേക്ക് പോകേണ്ടത്. അതും സത്യമാണ്. രണ്ടും സത്യമാണ്. ഇത് എങ്ങനെ സാധിക്കും ഇത് പറയാൻ? ഇതെങ്ങനെ സാധിക്കും? ശിർക്ക് ചെയ്താലേ രക്ഷയുള്ളോ, ശിർക്ക് ചെയ്താൽ നരകമാണ്. രണ്ടും സത്യമാണ്. രണ്ടും സത്യമാണ്. നിങ്ങൾ ആലോചിക്കണം. എന്താണ് ഈ ആളുകളുടെ താല്പര്യം? പറയുന്നവരാരാ? ദീൻ പറയുന്നവനാരാ? അവൻ പാട്ടുകാരനാണ്, മാപ്പിളപ്പാട്ട് പാടി അടക്കണവനാണ്. അവനാണ് ഇപ്പൊ ദീൻ പറയുന്നത്. എന്നിട്ട് അവൻ കൈകാര്യം ചെയ്യുന്നത് ഏത് വിഷയമാണ്? അവൻ കൈകാര്യം ചെയ്യുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ആയത്തിന് അവൻ തഫ്സീർ പറയാ. ഇബ്നു കസീർ, ഇബ്നു ജരീർ തൊബരി, ഇമാം ഖുർത്തുബി, ഇമാം റാസി, ഇമാം സഅദി, എത്ര മഹാപണ്ഡിതന്മാർ, ഇമാമീങ്ങൾ, മുഫസ്സറുകൾ, മുഹദ്ദിസുകൾ, അവരൊക്കെ പറഞ്ഞ വ്യാഖ്യാനം തെക്കൻ ജില്ലയിൽ ഒരു മാപ്പിളപ്പാട്ടുകാരൻ
അതിന്റെ മേലെ തഫ്സീർ വായിക്കാം. ലോകമഹാമുഫസ്സിറുകൾ പറഞ്ഞതിന് മേൽ ഒരു തെക്കൻ ജില്ലയിലെ മാപ്പളക്കുഴലൂത്തുകാരന്റെ പാട്ട്, അവനാണ് ഇപ്പൊ തഫ്സീർ വായിക്കാൻ പോണത്. നിങ്ങൾ ആലോചിക്കും, ഓരോരുത്തർ തൊടണ്ടാത്ത മേഖലയിൽ തൊടണ്ടല്ലോ. ആലോചിക്കും, ഈ പണ്ഡിതന്മാര് മുഴുവൻ പറഞ്ഞു. ഇവിടെ ഉദ്ദേശിച്ചത് എന്താ? ഇസ്ലാം, ദീനുൽ ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അരികിൽ മതമെന്ന് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ്. എന്തെങ്ങനെ പറയാൻ പാടില്ലേ? എന്തെങ്ങനെ പറയാൻ പാടില്ല? ലോകത്തേത് ദർശനം അങ്ങനെ പറയാതിരുന്നത്? ലോകത്തേത് ദർശനം പറയാതിരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഇടതുപക്ഷ ചിന്ത എന്ന് പറഞ്ഞ് അവതരിപ്പിക്ക ഇടതുപക്ഷ ചിന്തകന്മാര്, അവരാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാം സത്യാണെന്ന് വിശ്വസിക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വകാര്യ സ്വത്തിന്റെ നിഷ്കാസനം, സ്വകാര്യ സ്വത്ത് ഒഴിവാക്കിയെങ്കിലേ ലോകത്ത് സമത്വമുണ്ടാകൂ എന്ന കമ്മ്യൂണിസവും ശരിയാണ്. സ്വകാര്യ സ്വത്തിന്റെ വർധനവ്, വ്യക്തികൾക്ക് സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം കൊടുക്കുന്നതിലൂടെ മാത്രമേ ലോകം നന്നാവൂ എന്ന് പറയുന്ന ക്യാപിറ്റലിസവും സത്യമാണ്. അങ്ങനെ പറയണല്ലോ, അവിടെയും പറയണല്ലോ, അവിടെയും പറയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തീവ്ര വലതുപക്ഷത്തിന്റെ വംശീയ രാഷ്ട്രീയവും സത്യമാണ്. ഇടതുപക്ഷത്തിന്റെ പിന്നെ സമത്വ രാഷ്ട്രീയവും സത്യമാണ്. രണ്ടും സത്യമാണോ? രണ്ടും സത്യമാണോ? രണ്ടും സത്യമല്ലെങ്കിൽ തൗഹീദും ശിർക്കും ഒന്നല്ല. ഒന്നിപ്പിക്കാൻ പറ്റൂല. ഒന്നിപ്പിച്ച് കാണിക്കട്ടെ. ഈ രാജ്യത്തെ തീവ്ര വലതുപക്ഷത്തിന്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയം ശരിയാണ്. ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ സമത്വ രാഷ്ട്രീയവും ശരിയാണ്. അവിടെ വേണ്ടേ? മതത്തിൽ മാത്രം മതിയോ സമത്വം? എല്ലാം ശരിയാവല്? എല്ലായിടത്തും ശരിയാക്കി, എല്ലാ രംഗത്തും ശരിയാക്കി, എല്ലായിടത്തും ഈ സമീപനം സ്വീകരിക്ക്. പറ്റുമോ നിങ്ങൾക്ക് സ്വീകരിക്കാൻ? വലിയ വർത്തമാനം പറഞ്ഞ് മുസ്ലിമീങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഈ ആളുകൾ വിചാരിച്ചത്. മുസ്ലിമീങ്ങളോട് ചോദ്യം ഇതെന്ന് ചോദിച്ചു തുടങ്ങിയതാ. മൗലാന മുഹമ്മദ് അലിയും ഗാന്ധിയും രണ്ടുപേരും ഈ ചോദ്യം നേരിട്ട് മൗലാന മുഹമ്മദ് അലിയോട് ചോദിച്ചെന്തറിയോ? ഗാന്ധി സ്വർഗത്തിലാണോ? തുടങ്ങിയിട്ട് കാലം കുറവായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഗാന്ധി സ്വർഗത്തിലാവില്ല. എന്തുകൊണ്ടാവില്ല? ഗാന്ധി ഈമാൻ സ്വീകരിച്ചിട്ടില്ല. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. ഇതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസം. ഒരാൾ സ്വർഗത്തിൽ പോകണം എന്ത് വേണം? യേശു ക്രിസ്തു ദൈവപുത്രനായി ഭൂമിയിൽ ഭൂജാതനായി മനുഷ്യരുടെ പാപം ഏറ്റെടുത്ത് ക്രൂശീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കണം, എന്നാലേ സ്വർഗത്തിൽ പോകൂ. അങ്ങനെ അവർ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാലും സ്വർഗത്തിൽ പോകണം, വിശ്വസിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ പോകണം. ആരാ പറയുന്നത്? ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ. ആരാ പറയുന്നത്? ഗാനമേളക്ക് പാടുന്ന ഒരുത്തൻ. അവനാണിപ്പോ തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. അവനോട് തിരിച്ചു ചോദിക്ക്. ഇന്ത്യയുടെ രണ്ട് രാഷ്ട്രീയമാണല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് രാഷ്ട്രീയമാണല്ലോ. തീവ്ര വലതുപക്ഷത്തിന്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയം ശരിയാണോ? അല്ലേ? അല്ലാന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? എല്ലാം ശരിയാണെന്ന് പറയണം. എല്ലാം ശരിയാണെന്ന് പറയണല്ലോ. എന്നാൽ രണ്ടും ശരിയാണ്. ഫാഷിസ്റ്റുകൾ പ്രതിനിധീകരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയവും ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകൾ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവും ശരിയാണ്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ പറ്റായ്മയാണ് വിശ്വാസികൾക്കുള്ളത്. ഒരു വിശ്വാസിക്ക് അഭിപ്രായം ഇല്ലല്ലോ. ഇന്ത്യയിലെ ഒരു മതവിശ്വാസിയും പറയുന്നില്ലല്ലോ ഇങ്ങനെ പറയണമെന്ന്. ഈ സെക്യുലർ തീവ്രവാദികൾ പറഞ്ഞടക്കാം. എന്നിട്ട് അവിടെ നിർത്തുന്നില്ല. ഇത് പറയാത്തവനൊക്കെ വർഗീയവാദിയാക്ക, ഇത് അംഗീകരിക്കാത്തവനൊക്കെ മതനിരപേക്ഷതയുടെ ശത്രുവാക്ക, ഇത് അംഗീകരിക്കാത്തവനെ ജനാധിപത്യ വിരുദ്ധനാക്കുക. ഇതാണ് ഇവരെടുത്തോണ്ടിരിക്കുന്ന പണി. മതേതരത്വം അവർക്ക് തിരിഞ്ഞിട്ടില്ല, ജനാധിപത്യം അവർക്ക് തിരിഞ്ഞിട്ടില്ല. അവരെവിടുന്നാ പഠിച്ചത്? ഡോക്ടർ രാധാകൃഷ്ണന്റെ മതനിരപേക്ഷതയെ പറ്റി വായിക്ക്. ഭരണഘടനാ ശില്പികൾ ഈ മതനിരപേക്ഷതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താ? മതനിഷ്പക്ഷത. അതാണ് ഈ മതേതരത്വം, സെക്യുലറിസം എന്ന് പറഞ്ഞ മതനിഷ്പക്ഷതയാണ്. ആ നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ എന്താ? ഭരണകൂടം പ്രത്യേക ഒരു മതത്തിലേക്ക് ചായാതെ എല്ലാ മതങ്ങളോടും നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണഘടനാ ക്രമം. അതാണ് പിന്നെ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ. യൂറോപ്യൻ സെക്യുലറിസത്തിന് വേറെ വ്യാഖ്യാനം ഉണ്ടാവും. ഇന്ത്യൻ സെക്യുലറിസത്തെ വ്യാഖ്യാനിക്കേണ്ടത്, നിർവചിക്കേണ്ടത് ഇന്ത്യയുടെ സെക്യുലറിസം എഴുതി പിടിപ്പിച്ച ഭരണഘടനാ ശില്പികളാ. അവർ നിർവചിച്ചിട്ടുണ്ട്.
പിന്നെ തെക്കൻ ജില്ലയിലുള്ള കുഴലൂത്തുകാരനല്ല അത് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റീഷ്യൻ അല്ല ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ഇതൊക്കെ അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇൽമിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കിക്കോ, ശരിയായ ഇൽമ് സ്വീകരിക്കാൻ, ശരിയായ രൂപത്തിൽ ഇൽമിനെ വിനിയോഗിക്കാൻ തയ്യാറല്ലാത്തവരെ പറ്റിപ്പോലും അള്ളാഹു റസൂലും നരകത്തിലാണ് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഈ വക ഇൽമിന്റെ പിന്നിൽ നമ്മൾ പോകാൻ നിൽക്കണ്ട. ഇൽമ് പറയാൻ അർഹതയില്ലാത്ത ഗാനമേളക്കാരന്റെ വയൽ കേട്ടിട്ടല്ല നമ്മൾ അള്ളാന്റെ ദീനിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റീഷ്യന്റെ വയൽ കേട്ടിട്ടല്ല നമ്മൾ ഇത് തീരുമാനിക്കേണ്ടത്. ഇത് തീരുമാനിക്കേണ്ടത് കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്, നസ്സിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന അൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ആലിമാണ്, പ്രബോധകനാണ് എന്നതുകൊണ്ടൊന്നും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അരികിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. മറിച്ച് ആ ഇൽമും ദഅവത്തും പ്രബോധനവും റബ്ബിൻ്റെ മാത്രം വജ്ഹ്, പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിച്ചെങ്കിലേ അവന് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള ഇൽമും സമുദായത്തിലെ സ്ഥാനവും ദഅവത്തും ഒക്കെ ചെറിയ ചെറിയ വഴി തെറ്റി ഉപയോഗിച്ചത് കൊണ്ട് നരകത്തിൽ പോകുന്ന മനുഷ്യന്മാരെ പറ്റിയാണ് ഇനിയുള്ള ഖുത്തുബകളിൽ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഖുത്തുബകളിൽ നരകത്തിലേക്ക് പോകുന്ന ആലിമീങ്ങളും പ്രബോധകന്മാരും സംഘടനാ നേതാക്കന്മാരും ആരാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ. നമുക്ക് അല്ലാഹു ഇൽമ നൽകിയേക്കാം, നമുക്ക് അല്ലാഹു ജമാഅത്തുകളിൽ, സംഘടനകളിൽ നമുക്ക് അല്ലാഹു സ്ഥാനമാനങ്ങൾ തന്നേക്കാം, നമുക്ക് അല്ലാഹു നല്ല ഒരു ദാഇയായി ദഅവത്തിന്റെ മാർഗത്തിൽ ശോഭിക്കാൻ അവസരം തന്നേക്കാം. അപ്പം നമ്മളെ പിടികൂടുന്ന ചില ശൈത്താന്റെ ചിന്തകളുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, അവൻ ഊരി കളഞ്ഞപ്പോ, അള്ള കൊടുത്ത ആ ഇൽമിന്റെ ഔന്നിത്യത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറിയപ്പോ ശൈത്താൻ അവന്റെ പിന്നിൽ കൂടി. ഇങ്ങനെ ശൈത്താൻ നമ്മളെ ഓരോരുത്തരും നോക്കുക. ഈ സമുദായത്തിലെ ഓരോ ആലിമീങ്ങളുടെ പിറകിലുണ്ട്, ദാഇമാരുടെ പിറകിലുണ്ട്, നേതാക്കന്മാരുടെ ഉമറാക്കളുടെ പിറകിലുണ്ട്. എന്തിനാണെന്നറിയോ? എപ്പോഴാണ് അവൻ ഊരുന്നതെന്ന് നോക്കാൻ, പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാൻ. അപ്പൊ അവന്റെ പിറകെ കൂടുകയും അവനെ ദുർമാർഗികളുടെ കൂട്ടത്തിൽ മരിപ്പിക്കുകയും ചെയ്യും പിശാച്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്തുബകളിൽ ആ വിഷയത്തെ ഓരോന്നും പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ജീവിതത്തിൽ അത് ശ്രദ്ധിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഒന്നൊടിയാതെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ ഉൾച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച്, തൃപ്തിപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ മരിച്ച്, അവൻ തൃപ്തിപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല ഈ മഹത്തായ ജുമഅയുടെ ഫളൽ കൊണ്ട്, ഈ ജുമഅ നമസ്കാരത്തിന്റെ ഫളൽ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് അത്തരം തിന്മകൾ പുറത്തു നൽകുകയും ഈ ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ശ്രേഷ്ഠതയുടെ ഫളൽ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങൾ ഓരോന്നും പൊറുക്കുകയും പുണ്യങ്ങൾ നമുക്ക് എഴുതി ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. മലായികത്തുകളുടെ നിരന്തരമായ
നിരന്തരമായ ഇസ്തിഗ്ഫാർ നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപമോചന തേട്ടത്തിന് പാത്രമാകാനുള്ള സൗഭാഗ്യം റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.